വെൽക്കം ടു മൈ ചാനൽ എ കിച്ചൺ ലവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗാർലിക് ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു 500 ഗ്രാമിൽ താഴെയായിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിനുള്ള മസാല നമുക്ക് ആദ്യം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഏറ്റവും അധികം വേണ്ടത് ഗാർലിക്കാണ്. ഞാൻ ഇവിടെ ഒരു 6 വലിയ ഗാർലിക്കാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ കുറച്ചും കൂടി കൂടുതലൊരു 7-8 എണ്ണമൊക്കെ വേണമെങ്കിൽ ഇടാവുന്നതാണ് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഒരു തരിതരിപ്പോട് കൂടിയിട്ടാണ് ചതച്ചെടുക്കുന്നത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മാത്രമേ ഇഞ്ചി ചേർക്കുന്നുള്ളൂ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയിട്ട് ഒരു 2 വലിയ സവാള നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞതും കൂട്ടിയിട്ട് ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് ചിക്കൻ ഇടാം. ഒരുപാട് വാടി അങ്ങോട്ട് വഴണ്ട് കിട്ടുമൊന്നും വേണ്ട കേട്ടോ. അതിലേക്ക് ഒരു 4-5 പച്ചമുളകും കൂടി ചേർക്കാം. ഇത്രയ്ക്കൊക്കെ വാടിയാൽ മതി. അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇടാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇടയ്ക്ക് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിക്കതും ഷോർട്ട്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചിക്കൻ ഇട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. ഇതൊരു 3-4 മിനിറ്റ് ഇളക്കിയാൽ ജസ്റ്റ് ആ വെളിച്ചെണ്ണയൊന്ന് എല്ലാത്തുമ്മലും കോട്ടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മസാല ഇടാം. നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ആയതിന് ശേഷം ഒരു 4-5 മിനിറ്റ് ഇളക്കി ആ ഒരു പച്ചക്കുത്ത് വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് മാറി തുടങ്ങുമ്പോൾ നമുക്കതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. മൂടി വെച്ച് വേവിക്കുമ്പം വെള്ളം ആദ്യം നന്നായിട്ട് മൂടി വെച്ച് വേവിച്ച് ഒന്നെടുത്ത് കഴിയുമ്പോൾ അത്യാവശ്യത്തിനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന് ഒന്ന് നന്നായിട്ട് കിട്ടും. അതിനുശേഷം ഒരു തക്കാളിയും കൂടെ അതിലിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ചിക്കൻ വേവാൻ താമസമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു അര ഗ്ലാസ് തൊട്ട് 3/4 ഗ്ലാസ് വരെ നല്ല തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വേവിച്ച് റോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റിയായ ചിക്കൻ റോസ്റ്റ് റെഡിയായി കിട്ടും. ഒന്നുണ്ടാക്കി നോക്കണേ. അഭിപ്രായം പറയാൻ മറക്കരുത്. വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികളും എല്ലാവരും വീട്ടിലുള്ള സമയമാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഒരു ചിക്കൻ റോസ്റ്റാണ് ഇത്. ഈ പരുവത്തിൽ വേണമെങ്കിൽ എടുക്കാം. അല്ല കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് ചെയ്താൽ മതി. പത്തിരിക്കായാലും ചപ്പാത്തിക്കായാലൊക്കെ ഒരു ടേസ്റ്റിയായ കറിയാണ് കേട്ടോ. ഫ്രൈഡ് റൈസിനൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കൊടുക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.